അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഞാനിന്നൊരു വിഷു സ്പെഷ്യൽ അവിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അവിയൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്കിതിന് പച്ചക്കറികൾ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തൈരിന് പുളി കുറവായതുകൊണ്ട് 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം ചേന, ക്യാരറ്റ് 2 എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ അവിയലിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കഷ്ണം എടുത്തുകൊണ്ടാണ് അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയ വെളുത്തുള്ളി അതിൽ ചേർത്തിട്ടുണ്ട്. ചിലയിടത്ത് വെളുത്തുള്ളി ചേർക്കാറില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. ഞാനിവിടെ സാധാരണ വെളുത്തുള്ളി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറികളെല്ലാം കഴുകിയിട്ട് ഞാനൊരു കുക്കറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതൊന്ന് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ കട്ടി തൈരാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പുളിയുള്ള തൈരാണെങ്കിൽ പുളിക്ക് അനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ പുളി കുറവായതുകൊണ്ടാണ് 2 തക്കാളി എടുത്തിട്ടുള്ളത്. ഈ കട്ടത്തൈര് ഞാൻ ഏകദേശം 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ഒരുപാടങ്ങ് അരഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം വേറെ വേറെ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കുക്കറിലാകുമ്പോൾ നമുക്കെല്ലാം ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഇതിനകത്ത് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം എൻ്റെ ഇത് ചെറിയ കുക്കറാണ്, 3 ലിറ്ററിൻ്റെ. അപ്പം ഞാൻ ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ വലിയ കുക്കറിനകത്തോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിടുക. 1/4 ഗ്ലാസ് മതി, കാരണം വേവിക്കുന്ന സമയത്ത് പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിത് ഒറ്റ വിസിലിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന പരുവമല്ല. നിങ്ങൾക്ക് ഒത്തിരി കുഴഞ്ഞിരിക്കുന്ന പരുവാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇന്നും ഒരു വിസിലും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലാതെ ഒരു കഷ്ണങ്ങളൊക്കെ വേറെ വേറെ നിൽക്കുന്ന പാകത്തിനാണ് ഇഷ്ടമെങ്കിൽ ഒറ്റ വിസിൽ തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ അപ്പം തന്നെ തുറക്കരുത്. അതിൻ്റെ വിസിൽ മുഴുവൻ പോയതിന് ശേഷം വേണം തുറക്കാനായിട്ട്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, അടിയിൽ കുഴഞ്ഞു പോയിട്ടില്ല. കണ്ടോ, കറക്റ്റ് പാകമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് കുഴഞ്ഞിരിക്കുന്ന അവിയലായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും കൂടി ഇട്ടാൽ മതി. കൂടുതലായിട്ട് ചെയ്യേണ്ട, കാരണം നമ്മൾ വെള്ളം ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കങ്ങ് സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. പിന്നെ വേവിക്കുന്ന സമയത്ത് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പം നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടും. തീ പിന്നെ ഓഫ് ചെയ്തതിന് ശേഷം വിസിൽ മുഴുവൻ പോയിട്ട് വേണം തുറക്കാനായിട്ട്. ചില കുക്കറിന് വ്യത്യാസം വരാം, അതുപോലെ തന്നെ ഫ്ലെയിമിനനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അതുപോലെ തന്നെ വെള്ളം ഇച്ചിരി അങ്ങ് കൂടിപ്പോയി എന്ന് വെച്ചും ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി.
അപ്പോൾ നന്നായിട്ട് കിട്ടും നമുക്കിത്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. അതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക. ഞാൻ സ്ഥിരം പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ ഒരിക്കൽ കൂടി. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.